كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, കാലങ്ങളായി പൊതുജനം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ സൂചിപ്പിക്കുന്നത്. അത് ഇങ്ങനെയാണ്. കുറേ സുഹൃത്തുക്കൾ നമ്മുടെ പ്രോഗ്രാമുകൾ സ്ഥിരം കാണുന്നവരും അതിലുണ്ട്. അവർ പലപ്പോഴായി ചോദിക്കുന്ന കാര്യമാണ്, ഉസ്താദെ, എൻ്റെ പേരും ഉമ്മയുടെ പേരും ഇന്നതാണ്, എൻ്റെ പ്രശ്നം എന്താണെന്ന് ഒന്ന് ഉസ്താദ് കണക്ക് നോക്കി പറയണം. അത് അങ്ങനെ കണക്ക് നോക്കി പറയാൻ എനിക്ക് കഴിയില്ല, ഞാൻ അതിൻ്റെ ആളല്ല എന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ പോലും നിങ്ങളിപ്പോൾ വിളിച്ചു ചോദിക്കുന്നത് ദൂരെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങളെ ഞാൻ കാണുന്നില്ല, നിങ്ങളുടെ വിഷയങ്ങൾ എനിക്ക് പറയാൻ കഴിയുകയില്ല. അത് കാണാത്തത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ പോലും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറയാതെ എനിക്കറിയാൻ കഴിയുകയില്ല. അതിന് കാരണം, ഞാൻ ഒരു ജിന്ന് സേവകനല്ല, ഒരു സാത്താൻ സേവകനല്ല, ജ്യോത്സ്യനല്ല, മന്ത്രവാദ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളല്ല. എൻ്റെ ഫീൽഡ് ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതാണ്, അതോടൊപ്പം പ്രവാചക വൈദ്യം. അപ്പോൾ ആ ചികിത്സയിൽ ഇത്തരത്തിലുള്ള മന്ത്രവാദപരമായ കാര്യങ്ങൾ ഇല്ല എന്ന വസ്തുത ശ്രോതാക്കൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാലങ്ങളായി ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിക ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് തൽസമാത്തിൻ്റെ ആളുകളും അതുപോലെ ജിന്ന് ചികിത്സകന്മാരായ ജിന്ന് സേവകരും മന്ത്രവാദികളും, ജ്യോത്സ്യം പഠിച്ച് അതിനെ പ്രയോഗിക്കുന്ന മന്ത്രവാദികളും അവരുടെ എക്സ്പീരിയൻസാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അത്തരം ആളുകളടുത്ത് പോയി പരിചയമുള്ള ആളുകളാണ് പൊതുജനത്തിൽ വലിയൊരു വിഭാഗം. അതുകൊണ്ട് അവർ ഫോൺ വിളിച്ചോടനെ ചോദിക്കുകയാണ്, ഉസ്താദേ, എൻ്റെ പ്രശ്നം വളരെ പ്രയാസകരമാണ്, എൻ്റെ പ്രശ്നം ഇന്നൊക്കെയാണ്, എനിക്ക് സംഭവിച്ചത് സിഹിറാണോ അതല്ല കണ്ണേറാണോ എന്താണെന്നൊന്ന് ഉസ്താദ് നോക്കി പറയണം. എൻ്റെ പേര് ഇന്നതാണ്, ഉമ്മയുടെ പേര് ഇന്നതാണ്. പലപ്പോഴും പല ആളുകളും ഒരു ആമുഖവും ഇല്ലാതെ തന്നെ ഇതിലേക്ക് കടക്കുകയാണ്. കാലങ്ങളായി നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രവാദത്തിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ഒരു തെറ്റായ ധാരണയാണ്. ഇസ്ലാമിക ചികിത്സയിൽ ഇങ്ങനെ പേര് പറഞ്ഞും കണക്ക് നോക്കിയും ഉമ്മയുടെ പേര് പറഞ്ഞും രോഗങ്ങൾ നിർണയിക്കാനും എന്താണ് പറയാനും ഒക്കെ സാധിക്കുമെന്ന് ധാരണ. അതുപോലെ തന്നെ കളഞ്ഞുപോയ സാധനം എവിടെയാണെന്ന് പറയണം. ഗൾഫിൽ നിൽക്കുന്ന മകന് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് പറയണം. ഗൾഫിലേക്ക് പോയാൽ ശരിയാവുമോ ഇല്ലേ എന്ന് പറയണം. ഗൾഫിൽ പോയിട്ട് തിരിച്ചെത്താത്ത മകൻ എന്ന് തിരിച്ചെത്തുമെന്ന് പറയണം. ഇങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളാണ്. ഇതൊന്നും പറയുന്ന ജോലിയോ ദൗത്യമോ ഖുർആൻ ചികിത്സകർക്ക് ഇല്ല, ഇസ്ലാമിക ചികിത്സയുടെ ഭാഗവുമല്ല അത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഇതൊക്കെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ളത് ജാറങ്ങളും മക്ബറകളും സൈഡാക്കിക്കൊണ്ട് ചികിത്സിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ തൽസമാത്തും ജിന്ന് സേവയും മുതലാക്കി ചികിത്സിക്കുന്ന ആളുകൾ, ജ്യോത്സ്യം പഠിച്ച ആളുകൾ, അവരൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തേക്കാം. പക്ഷേ അത്തരം ആളുകളുടെ അടുക്കൽ പോകുന്നതും അവരോട് അത്തരം കാര്യങ്ങൾ ചോദിക്കുന്നതും ഇസ്ലാമിക നിരീക്ഷണത്തിൽ പാപമാണ്, ഗുരുതരമായ തെറ്റാണ്. കാരണം മറഞ്ഞ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്. തൻ്റെ രഹസ്യങ്ങളും തൻ്റെ പ്രശ്നങ്ങളും മറ്റൊരു വ്യക്തി അറിയുമെന്ന് വിശ്വസിക്കുന്നത്, അല്ലാത്തൊരു വ്യക്തി തൻ്റെ ഭാവി പറയും
അല്ലെങ്കിൽ തൻ്റെ പ്രശ്നം എനിക്കറിയാത്ത പ്രശ്നം എന്താണെന്ന് കണക്ക് നോക്കി കണ്ടെത്തും എന്നൊക്കെ കരുതുന്നത് നമ്മുടെ വിശ്വാസത്തിൽ കലർപ്പ് വരുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങളുമായി ചികിത്സകന്മാരെ സമീപിക്കുന്നത് തെറ്റാണ്, സമീപിക്കുവാൻ പാടുള്ളതല്ല. അത്തരം ചികിത്സകന്മാരെ നാം തള്ളിക്കളയേണ്ടതുമാണ്. ഖുർആനിക ചികിത്സ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ ചികിത്സകനോട് നമ്മൾ തന്നെ പറയണം. നമ്മുടെ രോഗങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രതിസന്ധികളെക്കുറിച്ചും നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ചും. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ അത് നമുക്ക് പറയാം, രോഗങ്ങളാണെങ്കിൽ പറയാം, കുടുംബ പ്രശ്നങ്ങളാണെങ്കിൽ പറയാം. അതിനൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി കൗൺസിലിംഗ് നൽകേണ്ടടുത്ത് കൗൺസിലിംഗ് നൽകുന്നു, മരുന്ന് നൽകേണ്ടടുത്ത് മരുന്ന് നൽകുന്നു. ചികിത്സ ഖുർആനികമായ ആത്മീയ ചികിത്സ നൽകേണ്ടടുത്ത് ആത്മീയമായ ചികിത്സ നൽകുന്നു. ഇനി അതല്ല, വല്ല മെഡിക്കൽ പ്രശ്നങ്ങളും ഡോക്ടറെ കാണേണ്ടതാണെങ്കിൽ അത്തരം ഡോക്ടർമാരെ കാണുവാനും നിർദ്ദേശിക്കുന്നു. ഇതാണ് ഒരു ഖുർആനികമായ ചികിത്സകൻ്റെ ദൗത്യം. അല്ലാതെ നഷ്ടപ്പെട്ട സാധനം എവിടെ, കളഞ്ഞുപോയ സാധനം എവിടെ, തനിക്ക് ജോലി എന്ന് കിട്ടും, അല്ലെങ്കിൽ മക്കളുടെ വിവാഹം എന്ന് നടക്കും എന്ന് തുടങ്ങി ഉള്ള കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ പറയുന്ന ജോലി ഖുർആൻ ചികിത്സകരുടെ ദൗത്യമല്ല, അവരുടെ അതിൻ്റെ ഭാഗവുമല്ല. അതെല്ലാം മന്ത്രവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയും ഭാഗമാണ് എന്ന് ഇത്തരുണത്തിൽ മനസ്സിലാക്കാൻ ശ്രോതാക്കളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. علم ربي من سؤال